പാകിസ്ഥാന് കർശന മുന്നറിയിപ്പുമായി കരസേനാ മേധാവി ഭൂപടത്തിൽ സ്ഥാനം നിലനിർത്തണമെങ്കിൽ പാകിസ്ഥാൻ ഭീകരതയെ പിന്തുണയ്ക്കുന്നത് നിർത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഭീകരവാദം കയറ്റുമതി ചെയ്യുന്നത് നിർത്താൻ ഇസ്ലാമാബാദ് വിസമ്മതിച്ചാൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാം പതിപ്പ് വിദൂരമല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. तो ये मैं आपको बताना चाहता हूं कि इस बार भारत देश पूरी तैयारी के साथ है और इस बार वो संयम नहीं रखेगा जो सिंदूर 1.0 में हमने संयम रखा. इस बार हम आगे की कार्रवाई करेंगे और कुछ ऐसी कार्रवाई करेंगे कि हो सकता है पाकिस्तान को सोचना पड़े कि उसे इतिहास में भूगोल में रहना है कि नहीं रहना है. अगर उसे भूगोल में अपनी जगह बनानी है तो उसके लिए उसे जो स्टेट स्पॉन्सर टेररिज्म जिसको हम बोलते हैं, यानी कि उसका देश जो टेररिज्म को स्पॉन्सर कर रहा है उसे रोकना पड़ेगा. ബാലഗോപാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നുണ്ട്. ബാലഗോപാൽ, നേരത്തെ വ്യോമസേന മേധാവിയുടെ പ്രതികരണം ഉണ്ടായിരുന്നു. എത്ര വിമാനങ്ങളാണ് നമ്മൾ പാകിസ്ഥാൻ്റേത് തകർത്തത്, അവരുടെ വലിയ വിമാനമായ അമേരിക്കൻ നിർമ്മിത F-16 വരെ അടിച്ചിട്ടു എന്ന് വ്യക്തമാകുന്ന അതിൻ്റെ തെളിവുകളടക്കം നമ്മൾ നേരത്തെ പുറത്തുവിട്ടാണ് പാകിസ്ഥാൻ അതിങ്ങനെ നുണ പറഞ്ഞ് സമ്മതിക്കാതിരിക്കുമെങ്കിലും ഇപ്പോൾ ഇതുകൂടി കരസേനാ മേധാവിയുടെ കൂടി ഒരു പ്രതികരണം, അതായത് വളരെ ജാഗ്രതയോടെ ഇന്ത്യൻ സൈന്യം നിലയുറപ്പിച്ചിരിക്കുന്നു, ഏത് സാഹചര്യത്തിലും അല്ലെങ്കിൽ ഏത് സാഹചര്യവും മുന്നിൽ കണ്ട, അല്ലേ? ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം തകർന്ന് തരിപ്പണമായ പാകിസ്ഥാനിലെ ഈ ഭീകരരുടെ കേന്ദ്രങ്ങളും മറ്റും ഈ മാറ്റി സ്ഥാപിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഖൈബർ പക്തൂൺ മേഖലയിലും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിലുമൊക്കെ, അതായത് ഇന്ത്യൻ അതിർത്തിക്ക് സമീപത്തല്ല മറിച്ച് ഈ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ അവർ ഈ ഭീകര കേന്ദ്രങ്ങൾ മാറ്റി സ്ഥാപിക്കുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഈ റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയും വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗും ഈ പാകിസ്ഥാന് കർശന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കരസേനാ മേധാവി പറഞ്ഞത്, ഈ ഭീകരരെ പിന്തുണയ്ക്കുന്ന നിലപാട് പാകിസ്ഥാൻ തുടരുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് പാകിസ്ഥാൻ തുടരുകയാണെങ്കിൽ അതിന് കനത്ത വില നൽകേണ്ടി വരും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒന്നാം പതിപ്പിലുണ്ടായിരുന്ന സംയമനം ഇനി ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ഈ ഇസ്ലാമാബാദ് ഈ തുടർന്നും ഭീകരരെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാം പതിപ്പ് വിദൂരമല്ല എന്നാണ് കരസേനാ മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനു പുറമെ ഇത്തരമൊരു നടപടി, അതായത് ഇനി ഒരു രണ്ടാം പതിപ്പ് ഉണ്ടാകുകയാണെങ്കിൽ ഈ ഭൂപടത്തിൽ നിന്ന് പാകിസ്ഥാൻ തന്നെ തുടച്ചു മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും കരസേനാ മേധാവി ഒരു സംശയങ്ങൾക്കും ഇട നൽകാത്ത രീതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. അതായത് സ്വന്തം സ്ഥാനം ഭൂപടത്തിൽ നിലനിർത്തണമോ എന്ന കാര്യം പാകിസ്ഥാനാണ് തീരുമാനിക്കേണ്ടതെന്നാണ് ഇപ്പോൾ കരസേനാ മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഈ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗും ഈ പാകിസ്ഥാൻ ഈ ഭീകര കേന്ദ്രങ്ങൾ ഈ പാകിസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിൽ മാറ്റുന്നതിനെ സംബന്ധിച്ച് പ്രതികരണം നൽകിയിരുന്നു. അദ്ദേഹം പറഞ്ഞത്, എത്ര ഉൾപ്രദേശത്തേക്കാണ് പാകിസ്ഥാൻ ഈ ഭീകര കേന്ദ്രങ്ങൾ മാറ്റുന്നതെങ്കിലും അവയൊക്കെ ഈ തകർക്കാനുള്ള ഈ കഴിവ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഉണ്ട് എന്നതാണ്. അതായത് ഇന്റലിജൻസ് വിവരങ്ങളൊക്കെ ലഭിക്കുകയാണെങ്കിൽ അത് നാമാവിശേഷമാക്കും അല്ലെങ്കിൽ അത് തകർത്ത് തരിപ്പണമാക്കുമെന്ന് വ്യോമസേനാ മേധാവി ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അതായത് ഈ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട രണ്ട് സേനാ മേധാവികളും പാകിസ്ഥാന് കർശന മുന്നറിയിപ്പാണ് ഈ വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. ശരി. ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. പാകിസ്ഥാൻ നിരന്തരം നുണ പ്രചരിപ്പിക്കുന്നത് തുടരുമ്പോഴാണ് ഇന്ത്യക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടി വരുന്നത്.